അല്ല കുട്ടികളെ കൂട്ടുന്നില്ലേ? അത് മറന്ന ഒരിക്കു വേണ്ടിട്ടല്ലടോ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. അതോ എന്റെ കൂട്ടുകാരെ ഇറക്കി വിട്. എന്റെ ബുക്ക് സാഹിബേ, ഈ കച്ചവടത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് സാഹിബിനും. അതുകൂടെ വേണോടോ നായരെ? അന്ന് ഞാൻ അച്ഛനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ചെയ്തത് മഹാഭാവാണ് അച്ഛ, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്നൊക്കെ പറഞ്ഞു. ഇനി അബ്ദുവിന്റെ വിടൽസ് കുറച്ച് അറിയാലോ. അന്നച്ഛൻ എന്റെ കരണത്തൊരടി തന്നു. അതിന്റെ വേദന ഇന്നും ഈ കവളിലുണ്ട്. Sorry to say this, sir. Sir, ഒട്ടും കോപ്പറേറ്റീവ് അല്ല. What do you mean? Please. Now don't make this an ego tussle between you two. നിങ്ങളൊന്ന് മാറി നിൽക്ക്. ഇതെന്താ ഒരു പുതുമ? ഒരിക്കലും ഇല്ലാത്ത ഓരോ ശീലങ്ങള്. നിങ്ങളിത് എന്തായി കാട്ടണേ? എല്ലാരും കഴിക്കേ. എങ്ങനെയുണ്ട് ബാപ്പന്റെ ബിരിയാണി? ബാപ്പന്റെ മോള് വയറ് കാണിച്ചു കഴിക്കാ. കടം തീർത്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന 2 ലക്ഷം ഉറുപ്പ്യ എൻ്റെ പേരിൽ ഞാൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബുക്കും കടലാസും ഒക്കെ. ബാങ്കിലാ? എൻ്റെ പേരിലോ? ആ, പിന്നെ നമ്മുടെ കാറ് ഞാൻ ഇങ്ങോട്ട് വിറ്റ് പാട്ട വിലക്ക്. ഇനിയിപ്പോൾ അത് വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയണേ? നിങ്ങളുണ്ടല്ലോ കൂടെ. നമുക്ക് എല്ലാവർക്കും കൂടെ മഞ്ചേരിയിലുള്ള എൻ്റെ താത്തൻ്റെ വീട്ടിലോട്ട് മാറും. ഇത്രയൊന്നും ഇല്ലെങ്കിലും വലിയ വീടാ. ഒരു കൂട്ടാവും. മോള് കഴിക്കതോ? എന്റെ വാപ്പയ്ക്ക് എന്ത് സംഭവിച്ചോ ഇവന്മാർക്കറിയാൻ. പൊരയെങ്കിലും പൊളിക്കാണ്ട് കാക്കണം. ഇക്കാക്ക് വേണ്ടിയാ. ജീവനായിരുന്നു ഇക്കാക്കത്. ഒന്നും നടക്കൂല വിവാദം, കലഹാവും. അവർ നാടടക്കി ലഹളുണ്ടാക്കിയിട്ട് അടങ്ങും. ഒന്നും നടക്കൂല. നീ ചെല്ലും. നിക്ക്, ഒരു വഴിയുണ്ട്.
ഇതെപ്പോ പൊളിക്കുന്ന അവര് പറഞ്ഞത്? ഉടനെ പൊളിക്കുന്നു. ടൗണില് പുരാവസ്തു വകുപ്പില് നമ്മൾ അച്ചുവിന്റെ മോൻ ചന്ദ്രബാനുണ്ട്. നമുക്ക് ഓനൊന്ന് പോയി കാണാം. സർക്കാർ വഴിക്ക് വല്ല നിയമോ കാര്യം ഉണ്ടോന്ന് അറിയാലോ. നിങ്ങൾ എന്തിനാണ് മുസ്ലിം ഈ പെടാപ്പാടൊക്കെ പെട്ടി? നമുക്കും പിള്ളേരുണ്ട്, അവന്മാർ നാടളക്കിൽ അഹളയാകട്ടെ, നമുക്കൊരു വഴി നോക്കാം. മുന്നാണ്ടില്ല അവിടെ കലഹവും ലഹളയും ജയിക്കുന്നത് എപ്പോഴും സത്യത്തിന്റെ സൈഡാവണമെന്നില്ല. ശരിയുള്ള പക്ഷം ശതമാനത്തിന്റെ പക്ഷം നമ്മൾ പോരടിച്ചാൽ മിക്കപ്പോഴും ജയിക്കുന്നത് ശതമാനത്തിന്റെ പക്ഷം തന്നെ ആയിരിക്കും. അറിയോ? അതുകൊണ്ട് മുണ്ടാണ്ട് പോരെ പോയില്ലേ. എന്റെ ദൈവമേ, ഇതൊരു 400 വർഷം പഴക്കമുണ്ട്. കാൽ ഭാഗത്തിന് താഴെ ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടുള്ളെങ്കിൽ ആ പൊളിക്കൽ നിർത്തി വെച്ചിട്ട് സർക്കാരിനോട് ആ പുരയിടം മാത്രമായിട്ടെങ്കിലും നിലനിർത്താനുള്ള വകുപ്പുണ്ടാക്കാം. നിങ്ങൾ ഇതും വെച്ചാണോ ഇത്രയും കാലം വൈകിപ്പിച്ചത്? നിങ്ങൾ ഇങ്ങനെ അറബിയും പഠിപ്പിച്ച് ഈ പിള്ളേരെങ്കിലും സ്കൂളിൽ വിട്ട് 2 അക്ഷരം ഇംഗ്ലീഷ് പഠിപ്പിക്കാതെ ഈ മദ്രസയിലും പള്ളി കമ്മിറ്റിയിലൊക്കെ കയറി ഇറങ്ങി നടന്നു. അവസാനം ഇതുപോലെ പ്രമാണം പുരയിടമൊക്കെ വിദ്യാഭ്യാസം ഉള്ളവൻ തട്ടിക്കൊണ്ട് പോകും. നിങ്ങൾ വാ, അല്ല ആരെങ്കിലും ഒരാൾ വാ. അബ്ദു കൂടെ പോ മോനെ. വരൂ. മോനെ, നീ വെപ്രാളൊന്നും പിടിക്കരുത്. ഉമ്മക്ക് വേറെ ആരുമില്ല. ദിവസം വരുന്നുണ്ട്, വേഗം പൊട്ടിക്കേ. വേഗം പൊട്ടിക്കേ.